അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ ശീതക്കാറ്റിനും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വായുമർദ്ദം അതിവേഗം താഴുന്നതിലൂടെ രൂപപ്പെടുന്ന ബോംബ് സൈക്ലോൺ പ്രതിഭാസം ശനിയാഴ്ചയോടെ കരതൊടുമെന്നാണ് കണക്കുകൂട്ടൽ. കാരോലൈന, വെർജീനിയ മേഖലകളിൽ 6 മുതൽ 12 ഇഞ്ച് വരെ മഞ്ഞ് വീഴുവാൻ സാധ്യതയുള്ളപ്പോൾ ന്യൂയോർക്ക്, ബോസ്റ്റൺ തുടങ്ങിയ നഗരങ്ങളിൽ 3 മുതൽ 6 ഇഞ്ച് വരെ മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കുന്നു. മണിക്കൂറിൽ 60 മൈൽ വരെ വേഗതയുള്ള കാറ്റും കാഴ്ചപരിധി കുറയ്ക്കുന്ന കനത്ത മഞ്ഞും യാത്രാ സൗകര്യങ്ങളെയും വൈദ്യുതി ബന്ധത്തെയും സാരമായി ബാധിച്ചേക്കാം. അതിശൈത്യം തുടരുന്ന സാഹചര്യത്തിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഞായറാഴ്ച രാത്രിയോടെ കാറ്റിന്റെ വേഗത കുറയുമെങ്കിലും ആഴ്ചയുടെ തുടക്കത്തിൽ കടുത്ത തണുപ്പ് തുടരാനാണ് സാധ്യത. അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ യുഎസിൽ ഉടനീളം ആഞ്ഞടിക്കുന്ന കനത്ത ഹിമക്കാറ്റിനെ തുടർന്ന് 5303 വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. 4 കനത്ത മഞ്ഞുവീഴ്ച യാത്രകളെ തടസ്സപ്പെടുത്തുകയും ഗതാഗത ശൃംഖലകളെ താറുമാറാക്കുകയും ചെയ്തിരുന്നു. ഞായറാഴ്ച 11,000-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ഏവിയേഷൻ അനലിറ്റിക്സ് സ്ഥാപനമായ സിരിയത്തിന്റെ കണക്കനുസരിച്ച് കോവിഡിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത്. അമേരിക്കൻ എയർലൈൻസാണ് തിങ്കളാഴ്ച ഏറ്റവും അധികം വൈകിയോടിയത്. ഏകദേശം 900 വിമാനങ്ങൾ റദ്ദാക്കുകയും 600 എണ്ണം വൈകുകയും ചെയ്തു. തൊട്ടു പിന്നാലെ റിപ്പബ്ലിക് എയർവേസ്, ജെറ്റ് ബ്ലൂ എയർവേസ്, ഡെൽറ്റ എയർവേസ് എന്നിവയാണ്. 2 ഡസനിലധികം യുഎസ് സംസ്ഥാനങ്ങളെ ഹിമക്കാറ്റ് ബാധിച്ചു. ഹിമക്കാറ്റ് റോഡ് യാത്രയും തടസ്സപ്പെടുത്തി. മഞ്ഞുവീഴ്ച, ശക്തമായ കാറ്റ്, ഐസ് എന്നിവ കൂടുതൽ വ്യാപിക്കുന്നതോടെ ഡ്രൈവിംഗ് സാഹചര്യങ്ങൾ അപകടകരമാകുമെന്ന് ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരുന്നു.